പ്രവാസ ജീവിതത്തിലും കുട്ടികൾ പറഞ്ഞു എന്റെ സ്വപ്നത്തിലെ ഇന്ത്യ. ന്യൂസിലാൻഡിലെ സാംസ്കാരിക കൂട്ടായ്മയായ വായനക്കൂട്ടം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പ്രസംഗ മത്സരമാണ് ശ്രദ്ധേയമായത്. പ്രവാസ ജീവിതത്തിൽ നമ്മുടെ കുട്ടികൾ മൺമറഞ്ഞുപോയ ധീരദേശാഭിമാനികളെ കുറിച്ച് പറയുന്നത് വഴി കുട്ടികളിൽ രാജ്യസ്നേഹം വളർത്തുവാനും സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ന്യൂസിലൻഡിലെ സാംസ്കാരിക കൂട്ടായ്മയായ വായനക്കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി എന്റെ സ്വപ്നത്തിലെ ഇന്ത്യ എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു. ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് ഉയർന്ന ദിനമാണ് 1947 ഓഗസ്റ്റ് 15. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാം നമ്മുടെ 79ാം സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഏവർക്കും എന്റെ സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേരുന്നു. ഇന്നത്തെ എന്റെ പ്രസംഗ വിഷയം എന്റെ സ്വപ്നത്തിലെ ഇന്ത്യ എന്നതാണ്. ഞാൻ വളരെ കുറച്ചു കാലമേ ഇന്ത്യയിൽ കേരളം എന്ന സംസ്ഥാനത്തിൽ താമസിച്ചിട്ടുള്ളൂ. എന്റെ അമ്മ ഒരു പാട്ട് തന്നെ കേരളത്തെ കുറിച്ചു എനിക്ക് പാടി തന്നിട്ടുണ്ട്. കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം. എത്ര നല്ല വരികളാണിത്. അങ്ങനെ അച്ഛനും അമ്മയും പറഞ്ഞ് കുഞ്ഞുനാൾ മുതൽ ഞാൻ ഇന്ത്യയെക്കുറിച്ചും എന്റെ നാടായ കേരളത്തെക്കുറിച്ചും ഒരുപാട് സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. നിരവധി കുട്ടികൾ പങ്കെടുത്ത മത്സരത്തിൽ വിജയികളായവർക്ക് ന്യൂപ്ലിമൗത്ത് മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് മനോജ് ചാക്കോ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വായനക്കൂട്ടം ഭാരവാഹി ജോബിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ ഡിയോൺ ജോ രാജീവ്, 2ാം സമ്മാനം നേടിയ ലിയ മരിയ തോമസ്, 3ാം സമ്മാനം നേടിയ ആൻ ഇവാനിയ ടെറൻസ്, പ്രോത്സാഹന സമ്മാനം നേടിയ അബിരോൺ ജോൺ ആൻഡു, ഇവാന മരിയ തോമസ് എന്നിവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അസോസിയേഷൻ ഭാരവാഹികളായ സോണിയ ജോൺ, ജോഷ്നി ആൻഡു, വായനക്കൂട്ടം കോർഡിനേറ്റർമാരായ ജോർജ്, രേഖ ദിനു, സിഫി എടാട്ടുകാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ബ്രിട്ടീഷുകാരുടെ കയ്യിലെ ചൊലിക്കുന്ന പാവകൾ മാത്രമായിരുന്നു നാം. പക്ഷെ ഇന്ന് നമ്മുടെ ഇന്ത്യ പൂർണ്ണ സ്വതന്ത്രയാണ്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അനേകം പുണ്യാത്മാക്കളുടെ കഠിനാധ്വാനത്തിന്റെയും ജീവത്യാഗത്തിന്റെയും ഫലമാണ് എന്നു നാം വിസ്മരിക്കരുത്. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളായ ഗാന്ധിജി, സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു തുടങ്ങിയ ധീരദേശാഭിമാനികളുടെ പോരാട്ട ഫലമായി നമുക്ക് കിട്ടിയ സമ്മാനമാണ് ഇന്നു നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ഓരോ സ്വാതന്ത്ര്യദിനവും കടന്നു പോകുമ്പോഴും നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചവരോട് നമുക്ക് നന്ദി പറയാം. വിദ്യാഭ്യാസ സമ്പന്നമായ ഇന്ത്യ, സ്ത്രീ പുരുഷ സമത്വം എന്നിവയായിരിക്കണം നമ്മുടെ രാജ്യത്തിന്റെ മുഖമുദ്ര. ഈ ലോകത്തിൽ എവിടെയായിരുന്നാലും നമുക്ക് അഭിമാനത്തോടെ തല ഉയർത്തി നിന്ന് പറയാൻ സാധിക്കണം, അതെ, ഞാനൊരു ഇന്ത്യക്കാരിയാണ്. ഈ അടുത്ത കാലത്ത് നമ്മൾ ബഹിരാകാശത്ത് കൈവരിച്ച നേട്ടങ്ങൾ അഭിമാനത്തോടെ ഈ നിമിഷം ഞാൻ ഓർക്കുന്നു. അത് എന്റെ സ്വപ്നത്തിലേക്കുള്ള ഒരു ചവിട്ടുപടി കൂടിയാണ്. ഇന്നത്തെ വിദ്യാർത്ഥികളായ നമ്മളാണ് നാളത്തെ ഇന്ത്യയുടെ ശക്തിയും സമ്പത്തും. അതിനായി നാം അധ്വാനിക്കേണ്ടിയിരിക്കുന്നു, സ്വപ്നങ്ങൾ കാണേണ്ടിയിരിക്കുന്നു. നമ്മുടെ പ്രഥമ പൗരനായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ വാക്കുകൾ പറയുമ്പോൾ, ഉറക്കത്തിൽ കാണുന്നതല്ല, നമ്മെ ഉറങ്ങാൻ അനുവദിക്കാതിരിക്കുന്നതാണ് സ്വപ്നം. അങ്ങനെയെങ്കിൽ എന്റെ രാജ്യമായ ഇന്ത്യയെ കുറിച്ച് എനിക്കും വേണ്ട സ്വപ്നങ്ങൾ. വിവിധ സംസ്കാരങ്ങളും ആചാരങ്ങളും ഒത്തൊരുമിച്ച് കൈകോർത്ത് കഴിയുന്ന, ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ വേർതിരിവ് ഇല്ലാത്ത അഴിമതി രഹിത ജനാധിപത്യ വ്യവസ്ഥകളുള്ള ഇന്ത്യയാണ് എന്റെ സ്വപ്നത്തിലെ ഇന്ത്യ. വിദ്യാർത്ഥികളായ നമ്മളാണ് നാളത്തെ ഇന്ത്യയുടെ ശക്തിയും സമ്പത്തും. അതിനുവേണ്ടി നാം പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു, സ്വപ്നങ്ങൾ കാണേണ്ടിയിരിക്കുന്നു. എന്റെ സ്വപ്നത്തിലെ ഇന്ത്യ സ്ത്രീ സുരക്ഷയ്ക്കോ കൂടുതൽ പ്രാധാന്യം നൽകുന്ന രാജ്യമാവണം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് പരിഹരിക്കുന്ന രാജ്യമായി നമ്മൾ മാറണം. ന്യൂസിലൻഡിലെ മലയാളികളുടെ വാർത്തകൾ അറിയുന്നതിനും മലയാളികളുടെ പ്രധാനപ്പെട്ട വിശേഷങ്ങളും ന്യൂസിലൻഡിലെ വിശേഷങ്ങളും അറിയുന്നതിനും മലയാളി കാഴ്ച എന്ന പേജ് സബ്സ്ക്രൈബ് ചെയ്യുക.